ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. വിഷുവിനെടുത്തതിൻ്റെ ബാക്കി കുറച്ച് വാഴയില വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടൊരു ഓട്ടട ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ബൗള് തേങ്ങ ചിരകിയതുണ്ട്, ഒരു 2 ഇതുപോലെ കട്ടായിട്ടുള്ള 2 ചക്കര എടുത്തിട്ടുണ്ട്. ഈ ചക്കരയും തേങ്ങയും അവനവൻ്റെ ഇഷ്ടപ്രകാരം എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാവുന്നതാണ്. അതിനൊരു പ്രത്യേക കണക്കൊന്നുമില്ല. അപ്പം നിങ്ങൾ ഇനി ഇത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബബിൾസ് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി കൊടുക്കുവാണ്. ഇനി ഇത് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി വെള്ളവും ഈ മാവും കൂടി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. ഇത് ആവശ്യത്തിന് കുഴഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഈ ചൂടാറുന്നിടം വരെ ഒന്ന് അടച്ച് വെക്കണം. വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ആറിയ ശേഷം വേണം ഇത് കൈകൊണ്ടിങ്ങനെ കുഴച്ചെടുക്കാൻ. ഇത് പത്തിരിക്കും നൂൽപ്പൊട്ടിനും ഒക്കെ നമ്മൾ എടുക്കുന്ന അതേ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഇതിൽ കുറച്ച് കയ്യിലോട്ടൊരു അല്പം എണ്ണ തൂക്കാം. അല്പം എണ്ണ കയ്യിലോട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ച് വെക്കാം. ഇനി ഈ മാവ് നമുക്ക് ഇലയിലേക്ക് പരത്തിയെടുക്കാം. ഇലയെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച ശേഷം ഇനി ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ കൈ തൊട്ടിട്ട് ഈ മാവ് കയ്യെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇത് ഈ ഇലയിൽ പരത്തുന്നതിന് പാകമായിട്ടൊരു അത് ഏകദേശം ഒരു കണക്കിലൊരു ഉരുള ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമ്മുടെ കൈ ഒന്ന് ഈ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കണം. എന്നിട്ടിതിൽ പരത്തി പിടിപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് പരത്തിയാൽ വേഗം പരത്താൻ പറ്റും. ഇങ്ങനെ ഈ വിരൽ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലെല്ലാം ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് പരത്തണം, എന്നാലേ ഓട്ടട നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കട്ടിയായിട്ട് പരത്തി അതിനത്രയും ഒരു ടേസ്റ്റ് വരില്ല. നമ്മളെപ്പോഴും നല്ല നൈസായിട്ട് പരത്താൻ നോക്കണം. ഈ നടുക്കിരിക്കുന്നതൊക്കെ ഇങ്ങനെ സൈഡിലേക്കായിട്ട് പരത്തിയെടുക്കണം. കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് ഈ കട്ടി കുറഞ്ഞ ഭാഗത്തേക്ക് നിരത്തി പരത്തണം. പരത്തിയെടുത്തിട്ടുണ്ട്. ഇതങ്ങ് ഇലയുടെ അങ്ങ് അറ്റം വരെ പരത്തണ്ട. ഇങ്ങനെ ഇല ഇങ്ങനെ കുറച്ച് 4 ചുറ്റുമായിട്ട് ഇങ്ങനെ ഇരുന്നോട്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം പരത്തി വെച്ച ശേഷം അതിൽ ഫില്ല് ചെയ്യുകയാണ് നല്ലത്. ഇല്ല നിങ്ങൾക്ക് ഇഷ്ടം ഈ ഓരോന്നോരോന്ന് പരത്തി ഫില്ല് ചെയ്യുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലർക്ക് അധികം മധുരം വേണ്ടി വരില്ല, അപ്പോൾ അവർ കുറച്ച് ശർക്കര ചേർത്താൽ മതി.
എനിക്ക് അധികം മധുരം വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ശർക്കര ഇതിൽ ചേർക്കുന്നുള്ളൂ. ഞാൻ അധികമായിട്ട് അങ്ങ് മധുരം ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ കട്ട എടുക്കുന്നുള്ളൂ. ഒരു കുറച്ചും കൂടെ മധുരം എടുക്കുവാണ്. ഇത് ഫുള്ളായിട്ട് ഇടുന്നില്ല. ഇതിനിങ്ങനെ പ്രത്യേകിച്ചൊരു അളവോ കണക്കോ ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് അതിനകത്ത് വെക്കണോ അത്രയും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ മിക്സ് തയ്യാറാക്കിയാൽ മതി. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണ്ടവർ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഏലക്ക പൊടിച്ചത് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് വെക്കുവാണ്. ഏലക്കാപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എങ്ങനെ വെക്കുന്നത് ഞാൻ കാണിക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഈ തണ്ടിരിക്കുന്ന ഭാഗമാണിത്. ഈ തണ്ടിരിക്കുന്ന ഭാഗം വേണം ഇങ്ങോട്ട് മടക്കാൻ. നിങ്ങളിങ്ങനെ ഓപ്പോസിറ്റ് മടക്കരുത്. ഓപ്പോസിറ്റ് അതാ ഈ വരയുടെ ഇങ്ങനെ മടക്കരുത്. ഇങ്ങനെ മടക്കിയാൽ ഇത് പൊട്ടിപ്പോകും ഇല. ഇതിപ്പോൾ കുറച്ച് വാടിയ ഇലയായതുകൊണ്ട് പൊട്ടാൻ ചാൻസ് ഇല്ല. ഫ്രഷായിട്ട് കൊണ്ടുവരുന്ന ഇലയാണെങ്കിൽ അത് ഇങ്ങനെ മടക്കിയാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതിന് നിങ്ങൾ ഈ ഭാഗത്താണ് ഈ വാഴയുടെ തണ്ടിരിക്കുന്നത്. ഒരു നടുക്കൂടെ വാഴയിലേക്ക് ഒരു തണ്ടുണ്ടല്ലോ, അത് ഈ ഇരിക്കുന്നത് ഈ ഭാഗമാണ്. അതിങ്ങനെ ആ ഭാഗം വേണം അതിൻ്റെ ഈ തുമ്പ് ഭാഗത്തേക്ക്. ഇത് തുമ്പ് ഭാഗമാണ്, ഇതിൻ്റെ അരുക് ഭാഗം വാഴയിലയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വേണം വെക്കാൻ. പകുതിയായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി അത് തിരിച്ചിങ്ങോട്ട് മടക്കാം. മടക്കിയ ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതങ്ങ് ഒട്ടി അങ്ങ് വല്ലാതാകും, അതുകൊണ്ട് അങ്ങനെ വേണ്ട. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമുക്കിതുപോലെ ഒരു തവ ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം തീയിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇല കരിഞ്ഞു പോകും, പിന്നെ ഉള്ളിലിരിക്കുന്നൊന്നും വേഗത്തുമില്ല. അതുകൊണ്ട് നമുക്കിതൊരു മീഡിയം തീയിൽ വേണം വെക്കാനായിട്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ പുറകുവശം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചിലർക്ക് ഓട്ടട ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അധികം അങ്ങോട്ട് വെച്ച് മൂപ്പിക്കേണ്ട, ഇതേപോലെ ഇലയായാൽ മതി. ചിലർക്കാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കണം. കുറച്ചുകൂടെ ഇല ഇങ്ങനെ ചൂടാക്കണം, കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇങ്ങനെ സാധാരണ ഓട്ടടയെന്ന് പറയുന്നത് സാധാരണ ഇങ്ങനെയാണ്. ചിലർക്ക് ഇഷ്ടമല്ല അത്ര ക്രിസ്പി ആവുന്നത്. അങ്ങനെയുള്ളവർക്ക് അധികം അങ്ങോട്ട് വേവിക്കേണ്ട, ഈ പാകത്തിലെടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ ഓട്ടടയെല്ലാം ചുട്ടു കഴിഞ്ഞു. ഇത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു പലഹാരമാണ്. എങ്കിലും അറിയാൻ വയ്യാത്തവരും ഉണ്ടാകുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. നമ്മൾ ഈ കൊറോണയുടെ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഈ പലഹാരങ്ങളൊക്കെ ഹെൽത്തി അല്ലാത്തത് കഴിക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മുടെ നാടൻ രീതിയിലുള്ള ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.